കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ 3-ാം ദിവസം 18/5/2024 ശനിയാഴ്ച ദിവസം. അങ്ങനെ അവൻ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ ഓഫീസിലെത്തി. സാധാരണത്തെ പോലെ ജോലിക്ക് കയറി ജോലി തുടങ്ങി. പെട്ടെന്ന് അവനക്കൊരു നാട്ടിൽ നിന്നൊരു കോൾ വരുന്നു. കോളെടുത്ത് സംസാരിച്ചു. അതവൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അവനാകെ ഷോക്കായിപ്പോയി. കാരണം അവൻ്റെ ഫാദറിന് തീരെ സുഖമില്ല. ആൾ ഹോസ്പിറ്റലിലാണ്. ആൾക്ക് പെട്ടെന്നൊരു സർജറി വേണമെന്ന് പറഞ്ഞു. ഇവനാകെ ഷോക്കായിപ്പോയി. ഇവനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇവനും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചു. അവരെല്ലാം സമാധാനപ്പെടുത്തി, നീ ടെൻഷനാവണ്ട, എല്ലാം ശരിയാവും, ഞങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവനിക്ക് ആ സമയത്ത് അവൻ്റെ സാറയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഏത് സിറ്റുവേഷനിലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് ഇതേപോലുള്ള ഓരോ പ്രശ്നങ്ങൾ വന്നാലും, എന്തിനും അവൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ പറ്റ ഡൗൺ ആവുന്ന സമയത്തും നല്ലോണം ഹാപ്പി ആവുന്ന സമയത്തും എല്ലാം അവൾ അവൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേപോലത്തെ ഒരു സമയത്ത് അവനിക്ക് അവളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒറ്റപ്പെട്ട പോലെ, എന്തോ വല്ലാത്തൊരു ഫീൽ. കാരണം അവൾ അതിനുള്ള എന്തെങ്കിലും വഴി അവൾ പറഞ്ഞു കൊടുക്കും. നല്ല സപ്പോർട്ടായിരുന്നു അവൻ വീണ്ടും നാട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് അവൻ ചോദിച്ചു, ഞാൻ നാട്ടിലേക്ക് വരേണ്ടതുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? എൻ്റെ വല്ല ആവശ്യം അവിടെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വരാം. കാരണം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം നീ അവിടെ നിൽക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം, അപ്പം നീ വന്നാൽ മതി. റാസിക്ക് വേറൊരു പ്രശ്നമുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഇതുപോലെ വല്ല ടെൻഷനും വന്നു കഴിഞ്ഞാൽ അവൻ പറ്റേ ഡൗണായി പോകും. അവനക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഒരു മെഷീൻ പോലെ ആയിരിക്കും. അവനിങ്ങനെ പോകുന്നു എന്ന് മാത്രമുള്ളൂ. ഒരേ മൈൻഡിൽ. ഇത് സാറക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അതാണ് പറഞ്ഞത്, ഈ ഒരു സമയത്ത് സാറിനെ ശരിക്കും അവൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവനക്കൊരു സമാധാനമുണ്ടായിരുന്നില്ല. അവൻ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. അരമണിക്കൂർ കൂടുമ്പോൾ നാട്ടിലേക്ക് വിളിക്കും. എന്തായെന്ന് അന്വേഷിക്കും. ഓരോ കാര്യത്തിനും വിളിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നീ ഇങ്ങനെ വിളിക്കണ്ട, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ അവർ പറഞ്ഞ് കുറേ സമാധാനിപ്പിക്കും. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. റാസി വീട്ടുകാരുമായി അധികം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും വിളിക്കും. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ സാറ പറഞ്ഞിട്ടാണ് അവൻ വീട്ടിലേക്ക് ഉപ്പാക്കും ഉമ്മാക്കും എല്ലാം വിളി തുടങ്ങിയത്. ഇതെല്ലാം സാറയാണ് പറഞ്ഞത്. നീ ഇങ്ങനെ വിളിക്കാതിരുന്നാൽ ശരിയാവില്ല. അവൻ നിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ അല്ലേ, നീ അവർക്ക് എപ്പോഴും വിളിക്കണം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് വിളിപ്പിച്ച്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവനിക്ക് എന്താ ചെയ്യണമെന്നറിയുന്നില്ല. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത സാറയുമില്ല. അങ്ങനെ അവൻ ആ ഒരു ബുദ്ധിമുട്ടിൽ, ആ ഒരു ടെൻഷനിൽ അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി.